മദ്യനയ അഴിമതി കേസിൽ ദില്ലി മന്ത്രി കൈലാഷ് ഗെഹ്ലോട്ട് ഇ ഡി ആസ്ഥാനത്ത് ചോദ്യം ചെയ്യലിന് ഹാജരായി. അരവിന്ദ് കെജ്രിവാൾ കസ്റ്റഡിയിലുള്ള അതേ ഓഫീസിലാണ് കൈലാഷ് ഗെഹ്ലോട്ടും എത്തിയത്. നോബൽ മാരിക്കാരൻ നൽകും ദില്ലിയിൽ നിന്ന് വിവരങ്ങൾ. നോബൽ, ഇവരെ ഒരുമിച്ചിരുത്തിയാകുമോ ചോദ്യം ചെയ്യുക? മലയാളികൾക്ക് ഉൾപ്പെടെ ഈ പങ്കുള്ള മദ്യനയ അഴിമതി കേസിൽ അവരുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്നതാണ് കൈലാഷ് ഗെഹ്ലോട്ട് എന്നാണ് ഇ ഡി വ്യക്തമാക്കിയിരുന്നത്. ഇപ്പോൾ ഏത് രീതിയിലാണ് ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വിനീത, ദില്ലി ഗതാഗത മന്ത്രി കൈലാഷ് ഗെഹ്ലോട്ട് അല്പം മുമ്പാണ് ദില്ലിയുടെ ഈ ആസ്ഥാനത്ത് ഇ ഡി ആസ്ഥാനത്ത് ചോദ്യം ചെയ്യലിന് ഹാജരായത്. ഇതേ ആസ്ഥാനത്ത് തന്നെയാണ് ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ നിലവിൽ ഇ ഡി കസ്റ്റഡിയിൽ ഉള്ളത്. മദ്യനയ അഴിമതിയുമായി ബന്ധപ്പെട്ട് നേരത്തെ അറസ്റ്റിലായ പ്രതി വിജയ് നായരുമായി ബന്ധപ്പെട്ട് കൈലാഷ് ഗെഹ്ലോട്ടിന് അടുത്ത ബന്ധമാണ് ഉള്ളത്. കൈലാഷ് ഗെഹ്ലോട്ടിന്റെ വസതിയിലായിരുന്നു വിജയ് നായർ താമസിച്ച് എന്നടക്കമുള്ള കാര്യമാണ് ഇ ഡി ഇക്കാര്യത്തിൽ വ്യക്തമാക്കുന്നത്. അതോടൊപ്പം തന്നെ കൈലാഷ് ഗെഹ്ലോട്ട് നിരവധി തവണ അദ്ദേഹത്തിന്റെ ഫോൺ നമ്പർ നിരന്തരം മാറ്റി എന്നൊരു ആരോപണം കൂടി ഇ ഡി എന്താണെങ്കിലും മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഈ മദ്യനയ അഴിമതിയുടെ കരട് തയ്യാറാക്കുമ്പോൾ ആ പാനലിൽ അംഗമായിരുന്നു കൈലാഷ് ഗെഹ്ലോട്ട് എന്നതും ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. സൗത്ത് ഗ്രൂപ്പിന് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ചോർത്തി നൽകിയതിൽ കൈലാഷ് ഗെഹ്ലോട്ടിനും ബന്ധമുണ്ട് എന്നാണ് ഇ ഡിയുടെ ഒരു കണ്ടെത്തൽ. അത്തരത്തിലുള്ള ആരോപണങ്ങൾ അദ്ദേഹത്തിന് എതിരെ ഉള്ള പശ്ചാത്തലത്തിലാണ് ഇന്നിപ്പോൾ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരിക്കുന്നത്. അരവിന്ദ് കെജ്രിവാളിന് ഒപ്പം ഇരുത്തി ചോദ്യം ചെയ്യുമോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തക്കുറവ് ഈ ഘട്ടത്തിലുണ്ട്. ഒരു പക്ഷേ അത്തരത്തിലുള്ള ചോദ്യം ചെയ്യലിന് സാധ്യത ഉണ്ട് എന്നാണ് ഇ ഡിയോട് അടുത്ത വൃത്തങ്ങൾ വ്യക്തമാക്കുകയും ചെയ്തത്. നേരത്തെ BRS നേതാവ് കെ കവിതയുമായി ഒരുമിച്ചിരുത്തി കെജ്രിവാളിനെ ചോദ്യം ചെയ്യും എന്നടക്കമുള്ള റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു താനും. എന്താണെങ്കിലും അത്തരത്തിൽ ഒരുമിച്ച് ചോദ്യം ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും ഈ ദില്ലി മദ്യനയ അഴിമതിയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ ലഭിക്കും എന്ന പ്രതീക്ഷയാണ് ഇക്കാര്യത്തിൽ ഇ ഡിക്ക് ഉള്ളത്. എന്താണെങ്കിലും കൂടുതൽ ഇ ഡി ഇത്തരത്തിൽ നേതാക്കളെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമ്പോൾ രാഷ്ട്രീയ വേട്ടയാടൽ നടക്കുകയാണ് എന്ന ആരോപണം ആം ആദ്മി പാർട്ടി കൂടുതൽ സജീവമാക്കുകയാണ്. കാരണം ഓരോ നേതാക്കളെയും ഇത്തരത്തിൽ ഓരോ ദിവസങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഗോവ സംസ്ഥാന അധ്യക്ഷൻ ഉൾപ്പെടെ ചോദ്യം ചെയ്യുന്നു. അത്തരത്തിൽ കൂടുതൽ ആം ആദ്മി നേതാക്കളെ ചോദ്യം ചെയ്തുകൊണ്ട് നേതാക്കളെ ജയിലിലോ അല്ലെങ്കിൽ കസ്റ്റഡിയിലോ വെക്കാനുള്ള നീക്കമാണ് ഉണ്ടാകുന്നത്. ഇത് ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ തടസ്സപ്പെടുത്താനുള്ള നീക്കത്തിന്റെ ഭാഗമാണ് എന്നാണ് ആം ആദ്മി ആരോപിക്കുന്നത്. എന്താണെങ്കിലും മറ്റൊരു മന്ത്രിയെ കൂടി ഈ വിഷയത്തിൽ അതുതന്നെയാണ് ഏറ്റവും പ്രധാനം. ഗതാഗത മന്ത്രി കൈലാഷ് ഗെഹ്ലോട്ടിനെയാണ് ഇപ്പോൾ ദില്ലിയിൽ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. കെജ്രിവാൾ ഉള്ള അതേ സ്ഥലത്ത് തന്നെയാണ് കൈലാഷ് ഗെഹ്ലോട്ടും ഹാജരായതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്.